കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ സേവാഭാരതി വേദിയിൽ. സേവാഭാരതി മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം VC ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തു. സമീർ ബിൻ കരീം മലപ്പുറം ചെയ്യുന്നു. സമീർ, ഈ പറയുന്നത് പോലെ സർവകലാശാലകളൊക്കെ RSS വൽക്കരിക്കപ്പെടുന്നു എന്ന ആരോപണമൊക്കെ ഉയരുന്നതിനിടെ കാലിക്കറ്റ് VC സേവാഭാരതി ചടങ്ങിൽ എന്താണ് വിവരങ്ങൾ? സുഹൈല്, ഇന്ന് 10 മണിയോട് കൂടെയാണ് സേവാഭാരതിയുടെ മലപ്പുറം ജില്ലാ വാർഷിക പൊതുയോഗം പരപ്പനങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ പി രവീന്ദ്രൻ പങ്കെടുത്ത് സംസാരിച്ചത്. അദ്ദേഹം സേവാഭാരതിയുടെ പ്രവർത്തനത്തെ പ്രശംസിച്ചു സംസാരിച്ചു. സേവാഭാരതി പ്രളയകാലത്തടക്കം മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയാണ്, ചാരിറ്റി സംഘടനയാണ് സേവാഭാരതി എന്നും ഡോക്ടർ പി രവീന്ദ്രൻ പറയുകയുണ്ടായി. ഇന്നാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചിരിക്കുന്നത്. ഈ സർവകലാശാലകൾക്ക് ഒക്കെ തന്നെ ഈ RSS വൽക്കരിക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ പങ്കെടുക്കുന്നത് തെറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ചാൻസലറായ സമയത്താണ് ഡോക്ടർ പി രവീന്ദ്രനെ കാലിക്കറ്റ് VC ആയി നിയമിച്ചത്. സുഹൈൽ, ശരി, പ്രോട്ടോകോൾ പ്രകാരം പ്രശ്നങ്ങളില്ല എന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ചേർന്നത്.